കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പിയെ ബന്ധിപ്പിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മണിക്കൂറിൽ ഒന്നൊന്ന മട്ടിൽ പ്രതികരണങ്ങൾ വരുന്ന സുരേന്ദ്രന്റെ ഫേസ്ബുക്കിൽ പൂച്ച പെറ്റുകിടപ്പാണ്. ഒന്നും രണ്ടുമല്ല, പല കോടികളുടെ കുഴൽപ്പണ ആരോപണം ആഞ്ഞുകത്തുമ്പോൾ എന്തേ കെ സുരേന്ദ്ര മിണ്ടാത്തത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല, അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചാൽ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാണ്ട് പുണ്യപ്രവൃത്തി ചെയ്യാനല്ല. മൗനത്തിന്റെ മരപ്പൊത്തുകളിൽ ബി.ജെ.പി നേതാക്കൾ ആരും കമാന്നൊരക്ഷരം ഉരിയാടാത്തത് എന്തുകൊണ്ടാണ്? IS ബന്ധം, പാകിസ്ഥാൻ കണക്ഷൻ, UAPA ചാട്ടയും കൊണ്ട് ഓടി വരൂ കേന്ദ്ര സംഘങ്ങളെ തുടങ്ങിയ പതിവോ വായ്ത്താരികൾ ഒന്നുമില്ലെങ്കിലും ഈ ശബ്ദം എന്റേതല്ല എന്നൊരു ക്ലീഷേ പ്രതികരണമെങ്കിലും നടത്തിക്കൂടെ സാർ? ഞാൻ പൈസ അല്ല, 6-ാം തീയതി തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്താൽ മതി. അവിടെ തന്നെ ഞങ്ങളൊക്കെ 6-ാം തീയതി തിരുവനന്തപുരത്ത്. ഓ റൈറ്റ്, രാവിലെ എത്തിക്കോളൂ. റബ്ബറുതോട്ടത്തിൽ മരുന്നടിക്കാൻ മാത്രമല്ല, ഇതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. 6-ാം തീയതി പണം നേരിട്ട് കയ്യിൽ കൊടുക്കാം. രാവിലെ ഈ പൈസ ഡീലിംഗ് ഇലക്ഷൻ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊന്നും നടക്കില്ലത്രേ. നമ്മുടെ വയനാട് റിപ്പോർട്ടർ കമൽ ഇന്ന് 12 മണിക്ക് ബ്രേക്ക് ചെയ്ത വാർത്തയിലെ ശബ്ദരേഖയാണ്. 8 മണിക്കൂർ കഴിയുന്നു. ഈ സമയം വരെയും ആ ശബ്ദം എന്റേതല്ല എന്നൊരു 2 വരി നിഷേധക്കുറിപ്പ് സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. പരാതി കൊടുക്കാൻ പോരില്ല. ഞാൻ പറയണെന്താ വെച്ചാൽ നമുക്ക് ഇയാളോട് പറയണം 2 ദിവസത്തിനുള്ളിൽ പോയിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് പോന്നിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ ഒന്നും പോയി പറയണ്ടെന്ന്. ഇയാളിപ്പോ ഇടപെട്ടിട്ട് ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. അയാളോട് ഒന്നും സംസാരിക്കാൻ പോണ്ട, വേറെക്ക് അയാൾ അറിയണ്ട. എനിക്കൊരു പേടിയില്ല. എന്തിനാ പേടിക്കുന്നത്? ശോഭക്ക് പേടിയുണ്ടോ? എന്ത് പേടിക്കാനല്ലേ? നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. നമ്മൾ ശരിയും തെറ്റും പരിശോധിച്ച് തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലത്, അതല്ലെങ്കിൽ നമുക്ക് തന്നെ ദോഷം. അപ്പോൾ അനുഭവം പഠിപ്പിക്കട്ടെ. വളരെ നന്ദി. ഞാൻ ചിരിക്കണോ കരയണോ? ഞാൻ പോകുന്നു. ബൈ ബൈ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.